ഹലോ ഫ്രണ്ട്സ്, കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടൈം റെസ്പോൺസ് ഓഫ് ഫസ്റ്റ് ഓർഡർ കൺട്രോൾ സിസ്റ്റം ടു യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു ഫസ്റ്റ് ഓർഡർ കൺട്രോൾ സിസ്റ്റത്തിൽ നമ്മളൊരു യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടൈം റെസ്പോൺസ് എന്തായിരിക്കും എന്ന് കാണുകയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് ഒരു ഫസ്റ്റ് ഓർഡർ സിസ്റ്റം കൺസിഡർ ചെയ്യാം. ഇവിടെ ആർ ഓഫ് എസ് ഇസ് ഇൻപുട്ട് 1/st ആണ്. സോ ഇതിൻ്റെ എസിൻ്റെ പവർ എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ്സ് എ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം. സോ ഇതിൻ്റെ ഫീഡ്ബാക്ക് നമ്മൾ 1 ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും നമുക്കറിയാം. ഒരു ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണെങ്കിൽ g/1 + gh ആണ്. ഇതിൽ g എന്ന് പറയുന്നത് എന്താണ്, 1/st ആണ്. സോ ദാറ്റ് മീൻസ് 1/st ഡിവൈഡഡ് ബൈ 1 + 1/st ഇൻറ്റു 1 ആണ് നമുക്ക് വരിക. സോ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, 1/st ഡിവൈഡഡ് ബൈ st + 1 ഡിവൈഡഡ് ബൈ st. ഇതിനെ നമുക്ക് കോമൺ ആക്കി എടുക്കാം. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 1/1 + st തന്നെയാണ് നമുക്കവിടെ കിട്ടുക. സോ ദാറ്റ് മീൻസ് നമുക്കിതിനെ എങ്ങനെ എഴുതാം, 1/1 + st എന്ന് എഴുതാം അല്ലേ. ഇതാണ് നമ്മളുടെ ഈ തന്നിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ 1/1 + st. സോ നമുക്കറിയാം നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട്. യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ആണെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഈസ് 1. അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും, 1/s ആണ്. ഇത് നമ്മൾ ടെസ്റ്റ് സിഗ്നൽസിനകത്ത് കണ്ടിരുന്നു. സോ ഈ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷനകത്ത് കൊണ്ടുവരാണ്. ആക്ച്വലി നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ദിസ് ഇസ് c(s) ഡിവൈഡഡ് ബൈ r(s) ആണ് അല്ലേ. ഈ r(s) നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ c(s) ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം, r(s) ഇൻറ്റു ദിസ് എഴുതാം. സോ റെസ്പോൺസിനെ നമുക്ക് എങ്ങനെ എഴുതാം, c(s) ഇസ് ഈക്വൽ ടു r(s) ഇങ്ങോട്ട് വന്നു. സോ r(s) ഇൻറ്റു ഈ r(s) എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് എസ് ഡൊമെയിൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ r(t)നെ എന്ത് ചെയ്തത്, r(s)ലേക്ക് മാറ്റിയത്. ഈ r(s) നമുക്ക് ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. സോ വിച്ച് ഇസ് ഈക്വൽ ടു 1/s 1/1 + st എന്ന് വരും. സോ ഇതിനെ നമുക്ക് ഫർദർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, നമ്മൾ പോൾസ് എഴുതുന്ന സമയത്ത് s+ എന്നുള്ള ഫോമിലാണ് എഴുതുക ഇല്ലേ. സോ ഈ ബ്രാക്കറ്റിനകത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ t ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോഴേ നമുക്ക് s+ സംതിങ് എന്നുള്ള ടേമിൽ കിട്ടുള്ളൂ. സോ അതിനെ ചെയ്യാൻ വേണ്ടി ഇവിടെ ചെയ്തിട്ടുള്ളതാണ്. ഈ t പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താ, ഇവിടെ നമുക്ക് 1 ആണ് വരുന്നത്. സോ വി വിൽ ഗെറ്റ് 1/t + s ആണ് കിട്ടുക. അതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. സോ ദിസ് ഇക്വേഷൻ വിൽ ബിക്കം ലൈക്ക് ദിസ്, 1/st ഇൻറ്റു s + 1/t എന്നുള്ള ഫോമിലാണ് കിട്ടുക. സോ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ എന്ത് കിട്ടും, ഈ 1/t എന്ന് പറയുന്ന മോളിലേക്ക് കൊണ്ടുപോയിട്ട് s ഇൻറ്റു s + 1/t ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് നമ്മളവിടെ കൊണ്ടുവന്നു. സോ ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്യാം. സോ ഇതിനെ നമുക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്യുന്നത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുക. കാരണം s ഇൻറ്റു എന്ന് പറയുന്ന ടേം വരുന്നുണ്ട്. സോ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ദിസ് ഇസ് ഈക്വൽ ടു a/s + b/s + 1/t കിട്ടും. ഇതിൽ നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 1/t is equal to a into this term plus b into this term, bs നമുക്ക് കിട്ടുന്നു. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേഷൻ ഓഫ് a ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം s-ന് നമുക്ക് 0 കൊടുത്ത് നോക്കാം. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, a/t കിട്ടും, ഇവിടെ 1/t ഉണ്ട്. സോ 1/t ക്യാൻസൽ ആയാൽ a is equal to നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും. നെക്സ്റ്റ് ബിയുടെ കാൽക്കുലേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, s is equal to -1/t കൊടുക്കുകയാണ്. സോ -1/t കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം 0 ആയി പോകും. സോ 1/t is equal to b/t കിട്ടും. സോ b is equal to നമുക്ക് എന്ത് കിട്ടും, -1 ആണ് നമുക്കവിടെ കിട്ടും. ഓക്കെ. സോ ഈ ഒരു വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് a and b and we are getting 1/s - 1/s + 1/t കിട്ടും. ഇനി ഇതിനെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്യാം. സോ 1/s-ൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്, ദാറ്റ് ഇസ് 1. ആൻഡ് 1/s + a എന്ന് പറയുന്നത് എന്തായിരുന്നു, e⁻⁻at ആണ്. എയ്ക്ക് പകരം നമുക്കിവിടെ 1/t ആണ്. സോ e⁻t/T. സോ ദിസ് ഈസ് ദ ടൈം റെസ്പോൺസ് ഓഫ് ദ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ഫോർ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട്. ഓക്കെ. സോ നമുക്കറിയാം ഏതൊരു യൂണിറ്റ് സ്റ്റെപ്പ് ആണെങ്കിൽ തന്നെ നമുക്കതിൻ്റെ റെസ്പോൺസ് എടുക്കുന്ന സമയത്ത് ദർ വിൽ ബി ഓൾവേസ് സം എറർ. നമുക്ക് സപ്പോസ് ഇതാണ് 1 എങ്കിൽ 0 എന്ന് 1ലേക്ക് പോയാലും നമുക്ക് കറക്റ്റ് 1 ആവില്ല. ദർ ആർ സം സ്മോൾ എറർ ഓൾവേസ്. സോ ഈ എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, e of t, എറർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കൊടുക്കുന്ന
ഇൻപുട്ട് മൈനസ് ഔട്ട്പുട്ട് ആയിരിക്കുമല്ലോ നമ്മുടെ എറർ എന്ന് പറയുന്നത്. സോ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻപുട്ട് എന്ന് പറയുന്ന ആർ ഓഫ് ടി എന്താണ്? ദാറ്റ് ഈസ് 1 ആൻഡ് ദ ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ ടി ആണ് കിട്ടുന്നത്. ആ വാല്യൂം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ 1 ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് എറർ എങ്ങനെ കിട്ടും? ഇ റേസ് ടു മൈനസ് ടി ബൈ ടി ആയിട്ട് കിട്ടും. സോ ഒരു ഫസ്റ്റ് ഓർഡർ കൺട്രോൾ സിസ്റ്റത്തിനകത്ത് യൂണിറ്റ് സ്റ്റെപ്പ് കൊടുക്കുന്ന സമയത്ത് വി ക്യാൻ പ്രെഡിക്റ്റ് ദ എറർ ആസ് ദിസ്. ഓക്കെ, സോ ഈ ടൈം റെസ്പോൺസ് സി ഓഫ് ടിയുടെ എക്സ്പ്രഷൻ നമുക്ക് ഇങ്ങനെ കിട്ടി. ടിക്ക് നമ്മൾ ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്തെന്ന് വിചാരിക്കാം. ഇത് നമ്മൾ ടിക്ക് നമ്മൾ 0 കൊടുക്കുകയാണെങ്കിൽ ഇ റേസ് ടു 0 1 മൈനസ് 1 നമുക്ക് 0 കിട്ടും. അതുപോലെ ടിക്ക് 1t കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 0.63 കിട്ടും. 2t കൊടുക്കുകയാണെങ്കിൽ ദിസ്, 3t ദിസ്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0യിൽ നിന്ന് 1ലേക്കുള്ള ഒരു ട്രാൻസിഷനാണ് നമുക്കവിടെ നടക്കുന്നത്, ഇല്ലേ? സോ നമ്മൾ ഇൻപുട്ട് ഇതുപോലുള്ള ഒരു സ്റ്റെപ്പ് റെസ്പോൺസ് ആണ് കൊടുത്തത് ആൻഡ് ഔട്ട്പുട്ട് നമ്മൾ ഈ വാല്യൂസ് വെച്ച് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുക എന്താണ്? ഇതുപോലെയുള്ള റെസ്പോൺസ് ആണ് നമുക്കവിടെ കിട്ടുക. സോ 0യിൽ നിന്ന് അത് 1ലേക്ക് പതുക്കെ ചേഞ്ച് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ നമ്മളുടെ ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിന് ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടൈം റെസ്പോൺസ് ഈ രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്ത് എടുക്കാം. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.